കട്ടപ്പാറ പ്രശ്നത്തെക്കുറിച്ച് ശരത്തും സരികയും നൂറയും കൂടെ അനിമോളടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അനിമോൾ പറഞ്ഞ് അത് ഞാൻ പറയത്തില്ല, കാരണം ഇവിടെ വന്ന് കഴിഞ്ഞ് ഞാൻ പതുക്കെ പറയാമെന്ന് വെച്ചതാണ്. അപ്പോൾ പിന്നെ അവൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഇന്നലെ ചോദിച്ചത്. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ സരിക പറഞ്ഞു എന്താ കാര്യം എന്താണെന്ന് ഇവിടെ പറ. അതില്ല, ഇവിടെ പറയുന്നില്ല, അത് ഞാൻ പുറത്താരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സരിക പറഞ്ഞ് ചെറിയ കാര്യമാണെങ്കിൽ പിന്നെ പറഞ്ഞാൽ എന്താണ്, അവളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അപ്പാനി ശരത്ത് പറഞ്ഞ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് പുറത്തതായിക്കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലില്ലാത്ത നാക്കുകൊണ്ട് ഇവിടെ നിന്ന് പലതും പറയും. അത് പുറത്ത് വേറെ രീതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. അത് നിനക്ക് മനസ്സിലാകത്തില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എന്നും പറഞ്ഞ് അപ്പാനി ചൂടാവുകയാണ്. അപ്പം അനിമോൾ പറഞ്ഞു ഇത് വലിയ പ്രശ്നമൊന്നുമല്ല, ചെറിയ പ്രശ്നമാണ്. അപ്പം എന്ത് പ്രശ്നം, അത് നീ എന്തിനാ അവരെ കട്ടപ്പാന്ന് വിളിച്ചത്? അത് ഞാനല്ല, വൈൽഡ് കാർഡ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ. അപ്പം നീ എല്ലാവരും പറയുന്ന വിശ്വസിക്കുമോ? കാരണം അവൾ അങ്ങനെ ചെയ്ത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം അന്ന് വിളിച്ച് അത് അവൾക്ക് പുറത്ത് നെഗറ്റീവ് ആകാൻ എന്തോ, അതിന് കട്ടപ്പ വലിയ പ്രശ്നമൊന്നും അല്ലല്ലോ നെഗറ്റീവ് ആകാൻ. അപ്പോൾ പറഞ്ഞു അവളല്ലേ സൈബർ ബുള്ളിങ്ങിന് ഇടയായിക്കൊണ്ടിരിക്കുന്നതെന്ന് നൂറ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാനായിക്കോട്ടെ എന്നോ അനിമോൾ ചോദിക്കുന്നു. പറഞ്ഞു ഞാൻ മോശക്കാരി ആയിക്കോട്ടെ എന്നാണോ പറയുന്നത്? അപ്പോൾ അപ്പാനി പറഞ്ഞ് അല്ലേലും നീ മോശക്കാരിയായിട്ട് തന്നെയാണ്, നീ എന്ത് തെറ്റാണ് ചെയ്യാത്തത്, നീ ചെയ്യാത്ത തെറ്റുണ്ടോ എന്ന് അപ്പാനി ചൂടാവുന്നു. അപ്പോൾ അനിമോൾ പറഞ്ഞ് ഇത് വലിയ കാര്യമൊന്നുമല്ല. അപ്പം സരിക പറയാണ് ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ നൂറയ്ക്കൊരു മിഠായി ചോദിച്ചിട്ട് കൊടുത്തില്ല, അങ്ങനെ നൂറയും ഞാനും തമ്മിൽ പിണങ്ങി. അപ്പോൾ ആൾക്കാർ ചോദിക്കുവാണ് എല്ലാവരും എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം? അപ്പം ഞാൻ പറയില്ല, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ പലതും ഒപ്പിക്കും. അതുപോലാണിത്. അപ്പോൾ അനിമോൾ പറഞ്ഞ് ഇതുപോലൊരു മിഠായി കേസ് തന്നെ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. എന്നാ പറ എന്ന് അപ്പാനിയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞ് എണീറ്റ് പോവാണ് അനിമോൾ. പറഞ്ഞ് ഓ നീ അപ്പോൾ പറയത്തില്ലല്ലേ എന്ന് അപ്പാനി ശരത്ത് ചോദിക്കുന്നത്. അപ്പോൾ പറയത്തില്ലെന്ന് പറഞ്ഞു. ഈ സരികയും നൂറെല്ലാം കൂടെ എന്തൊക്കെയാണോ അനിമോളെ പറയുന്നത് പല ടൈമായിട്ട്, എല്ലാവരും കൂടെ വന്നിരിക്കുന്ന അനിമോളെ തളർത്താനാണ്. കാരണം അനിമോൾ ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് അടിച്ചാലോ എന്നുള്ള ഒരു അസൂയുണ്ട്. ഇതുവരെ എത്തിയില്ല, ഇവരെല്ലാവരും ആദ്യം പോയി ഇവിടം വരെ എത്തി. അങ്ങനെ പുറത്താണെങ്കിൽ നല്ല സപ്പോർട്ട്, അതിൻ്റെയൊക്കെ അസൂയയിൽ തളർത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ വഴിയാണ്.